ഡൽഹി ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രതിഷേധത്തിലേക്ക് വലിയ തോതിലുള്ള സഹായങ്ങളാണ് ലഭിക്കുന്നത്. അത് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. എന്തായാലും കേരളത്തിൽ നടക്കം ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടേക്ക് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് എത്തുകയും സഹായങ്ങളടക്കം ലഭ്യമാക്കുകയും ചെയ്യുകയാണ്. ചില മലയാളികളെ കൂടി നമുക്ക് പരിചയപ്പെടാം. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കോതമംഗലം, മൂവാറ്റുപുഴ. സ്വന്തം നാട് പത്തനംതിട്ട, പക്ഷെ നിൽക്കുന്ന കൊച്ചിയിലാണ്. മൂവാറ്റുപുഴ. വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇവർ എത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണോ അതോ ഇവിടെ വന്ന് പരിചയപ്പെട്ടത്? ഞങ്ങൾ മൂന്നുപേരും സുഹൃത്തുക്കളാണ്. ആളെ ഞങ്ങൾക്ക് എയർപോർട്ടിൽ തെറ്റിയതാണ്. ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് പല വസ്തുക്കളാണ്. ഇവിടെ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മരുന്നുകളുണ്ട്, അതുപോലെ തന്നെ മറ്റു എല്ലാവിധ സാമഗ്രികളുണ്ട്. ഇത് ഇവിടെ നിന്ന് മേടിച്ചതാണ്? അല്ലല്ല, നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ്. അതായത് കേരളത്തിൽ നിന്ന് മേടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് സഹായം എത്തിച്ചിരിക്കുന്നത്. ഇനി ഇത് ഇവിടെ നൽകും? ഇവിടെ നൽകും. ആള് ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്ക് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഇവിടെ പരിക്ക് പറ്റുന്നവരെല്ലാം പുള്ളി ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. 2-3 ദിവസം കൂടി ഇൻഷാല്ലാ ഉണ്ടാകും. ചികിത്സ നൽകാൻ കൂടിയാണ്. ഇവരുടെ ഈ മരുന്നടക്കമുള്ളവ ഇവിടെ നൽകി പോകാനല്ല, കൃത്യമായിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കൃത്യമായിട്ട് തന്നെ കുറേ ദിവസം ഇവിടെ ഉണ്ടാവും? മാക്സിമം ഉണ്ടാവും. എന്തൊക്കെ സഹായങ്ങളാണ് ഇവർക്ക് നൽകാൻ കഴിയുക? നമുക്ക് പെട്ടെന്നുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും പെയിൻ മാനേജ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള സഹായങ്ങളാണ് ലഭിക്കുന്നത്. അദ്ദേഹം നമ്മളോട് സംസാരിച്ച അദ്ദേഹം ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അങ്ങനെ ഓരോ ആളുകളും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും സഹായങ്ങൾ നൽകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഇതിനായിട്ട് മാത്രം അവിടെ നിന്ന് മരുന്നുകൾ മേടിച്ചിട്ടാണ് ഇവിടെ സഹായത്തിനായിട്ട് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ വലിയ തോതിലുള്ള സഹായങ്ങൾ ഇതിനോടകം തന്നെ വിവിധ മേഖലകളിൽ നിന്ന് എത്തുന്നു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഒരു വ്യാപ്തി, അല്ലെങ്കിൽ സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ സംവിധാനങ്ങളും ഒരുപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നമുക്ക് കാണാൻ കഴിയുന്ന സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.